ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ലാലേട്ടൻ മൗനം വെടിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. ഒപ്പം തന്നെ ചോദ്യങ്ങൾക്ക് പ്രതികരണവും അതിനു മുന്നേ തന്നെ ഹേമ കമ്മിറ്റി വിവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടികളെല്ലാം തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലാലേട്ടൻ്റെ ഈ മറുപടികളൊന്നും തന്നെ പോരാ, ഞങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാൻ ലെവലുള്ള ഒരു കണ്ടന്റും ഇന്ന് കിട്ടിയില്ല എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇന്ന് പ്രൈം ടൈമിൽ നമുക്ക് നിലവിൽ പല ചാനലുകളിലായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ ഹേമ കമ്മിറ്റിക്ക് എതിരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വളച്ചൊടിച്ചവർക്കെതിരെ ലാലേട്ടൻ തന്നെ മറുപടിയായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലെ ലാലേട്ടന്റെ പ്രധാനപ്പെട്ട മറുപടികളിലേക്ക് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം, കുറ്റം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം തുടങ്ങിയ ലാലേട്ടന്റെ നിലപാടുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മലയാളം സിനിമയെ നിങ്ങൾ തകർക്കരുത്, ഇപ്പോഴത്തെ വിവാദങ്ങൾ ദൗർഭാഗ്യകരമാണ്. എന്നാൽ അതിന് മറുപടി പറയേണ്ടത് മാധ്യമങ്ങളിൽ വരുന്നത് പോലെ അമ്മ സംഘടന മാത്രമല്ല. പ്രതികരണം വൈകിയത് തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, ഒപ്പം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളെല്ലാം തന്നെയാണ് എന്ന് ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഇന്നലെ ചില മാധ്യമങ്ങളിലെ ലാലേട്ടൻ പവർ ഗ്രൂപ്പിൽ കൂടി അംഗമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ല, താൻ അതിൽ പെട്ട ആളല്ല എന്ന് കൂടി ലാലേട്ടൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ മേഖലകളിലും ഇത്തരം അന്വേഷണം വരട്ടെ, ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടന വരട്ടെ എന്നൊരു ആവശ്യം കൂടി ലാലേട്ടൻ ഉന്നയിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ മുഖാമുഖം ചിരിയോടെ കണ്ടിരുന്ന മാധ്യമങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കാണരുത് എന്ന് കൂടി ലാലേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് തന്നെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ലാലേട്ടൻ ഇപ്പോഴും ആളുകൾ, അതായത് മീഡിയാസ് എല്ലാം തന്നെ ശത്രുവായി കാണുന്നു എന്നാണ് ഇന്നത്തെ പ്രൈം ടൈം ന്യൂസ് ചർച്ചകളെല്ലാം തന്നെ കാണുമ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ഓടി ഒളിച്ചു ലാലേട്ടൻ എന്ന ഹെഡിങ്സ് കൊടുത്ത അതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് ലാലേട്ടൻ പ്രതികരണം നടത്തിയപ്പോഴാകട്ടെ ലാലേട്ടന്റെ പ്രതികരണം പോരാ എന്നൊരു അഭിപ്രായമാണ് മാധ്യമങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ അഭിപ്രായം നാണമില്ലാത്ത മാധ്യമങ്ങൾ എന്ന് തന്നെയാണ്.